ആവണം എന്താവണ്ടെന്ന് തീരുമാനിക്കുന്നത്. ചെറിയ തുണി ഇട്ട് ചെറിയ പാവെടുത്ത് കണ്ട് ചെറിയ ചുരിദാറൊക്കെ ഇട്ടാണ്ട് അവരത്തൊക്കെ മാനിച്ചിട്ട് കുട്ടികളിങ്ങനെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോ ശൈത്താൻ വന്നിട്ട് നമ്മളെ മനസ്സിലിങ്ങനെ പറഞ്ഞു തരികയാണ്, കുട്ടികൾക്ക് ചോദ്യമില്ലല്ലോ, വലുതാവുമ്പോ നേരെ ഇക്കോളും. കുട്ടികൾക്ക് ചോദ്യമില്ല എന്നുള്ളത് ശരിയാണ്, മാതാപിതാക്കൾക്ക് ചോദ്യമില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധ. കുട്ടികൾക്ക് ചോദ്യമില്ല, ആ ചോദ്യം കൂടി ആരോട് ചോദിക്കും? വാപ്പാടുമ്മാരോടും ചോദിക്കും, മാപ്പാനോടും ഉമ്മാനോടും ചോദിക്കും. അതുകൊണ്ട് വകതിരിവുള്ള കുട്ടിയെ, അല്പം കുടിയിറച്ച കുട്ടിയെ ഔറത്ത് മറക്കാതെ പൊതുനിരത്തിലേക്ക് ഇറക്കിയിട്ട് ആ കുട്ടി ജീവിതത്തിൽ ആ ശൈലി തുടർന്നാൽ അത് കാരണം മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചരിച്ച പുരുഷനും വ്യഭിചരിക്കപ്പെട്ട സ്ത്രീക്കും ഒരേ ശിക്ഷയാണ്. നാളെ മഹ്ശറയില് നല്ലോണം ശ്രദ്ധിച്ചോളി. ഗുഹ്യത്തിലൂടെ ഒരു ചലമലിപ്പിച്ചുകൊണ്ട് നാളെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുന്നതാണ്. നരകത്തിൽ അവളുടെ തൊട്ടടുത്തുള്ള ആൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, ദുർഗന്ധം കാരണം. നരകത്തിൽ അടുത്തുള്ള ആള്. ولا يزنون ومن يفعل ذلك يلقى ثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ പരാജയമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാല് ഗുഹ്യം കൊണ്ടുള്ള വ്യഭിചാരം മാത്രല്ല, നേത്ര വ്യഭിചാരത്തിനും ശിക്ഷ തന്നെയാണ്, സ്പർശന വ്യഭിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാണ്, സംസാര വ്യഭിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാകുന്നു. വ്യഭിചരിച്ചവനും വ്യഭിചരിക്കപ്പെട്ടവൾക്കും ഒരേ ശിക്ഷയാണ്. നീ ഔറത്ത് വെളിവാക്കിയിട്ട് നടക്കുമ്പോ ഒരാള് നിന്നെ നോക്കിയാൽ അവനും ശിക്ഷ തന്നെയാണ്, നോക്കപ്പെട്ട നിനക്കും ശിക്ഷ തന്നെയാണ്. അനക്കും അതന്നെ ശിക്ഷ, ഓനും അതന്നെ ശിക്ഷ, രണ്ടാൾക്കും ഒരേ ശിക്ഷയാണ്. ശിക്ഷയില്ലാർക്കും ഇളവില്ല. ഏത് ശിക്ഷ ഇളവ് ചെയ്താലും വ്യഭിചാരത്തിന്റെ ശിക്ഷയ്ക്ക് ഇളവില്ല, അത് ഇരട്ടിയാണ്. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. വ്യഭിചാരിക്ക് ശിക്ഷ നാളെ ഖിയാമത്ത് നാളിൽ ഇരട്ടിയാക്കി കൊടുക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നീ ഔറത്ത് കാണിച്ചാൽ നിന്നെ നോക്കുന്നവനും ശിക്ഷയുണ്ട്, നിനക്കും ശിക്ഷയുണ്ട്. എന്തിനാ വെറുതെ വ്യഭിചരിക്കുന്നത്? നമ്മൾ ഈ ദുന്യാവിലാകെ കുറഞ്ഞ കാലം നമ്മൾ മനസ്സിലാക്കിയത് ഗുഹ്യ വ്യഭിചാരം മാത്രമേ വ്യഭിചാരമുള്ളൂ എന്നാണ്. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി പന്തലിൽ സ്വന്തം മകളെ അണിയിച്ചൊരുക്കി മുടി കാണിച്ച് നിർത്തിക്കൊടുക്കുന്ന, വരുന്നവർക്കൊക്കെ സംസാരിക്കാന് അമ്മായിയുടെ മകന്റെ പേരക്കുട്ടിക്ക്, എളാപ്പാനെ കെട്ടിച്ചോടുന്നു വരുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ കാണാൻ വേണ്ടി നേത്ര വ്യഭിചാരം ചെയ്യാൻ വേണ്ടി മുല്ലപ്പൂവും ചൂടിയിട്ട് അണിയിച്ചൊരുക്കി പന്തലിൽ നിർത്തിക്കൊടുക്കുന്ന വാപ്പയും ഉമ്മയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല, വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്താ അതുകൊണ്ടൊക്കെയുള്ള മേച്ചം? നമ്മൾ നന്നാകാത്തിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുഴപ്പമാണിത്, വേറെ ആരും കുഴപ്പമില്ല. ദീൻ എന്ന് പറഞ്ഞത് പള്ളിയിൽ മാത്രമുള്ളതല്ല, അത് നമ്മുടെ വീട്ടിലും, അത് നമ്മുടെ നാട്ടിലും, അത് നമ്മുടെ യാത്രയിലും, കല്യാണത്തിലും, കാനോത്തിലും, നമ്മുടെ സൽക്കാരത്തിലും എല്ലാം നിൽക്കേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം. അത് പ്രായോഗികമാണ്, എല്ലായിടത്തും പ്രായോഗികമാണ്, എല്ലായിടത്തും ഫിറ്റാണ്.